അച്ഛനെന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനാണോ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി? സംസാരിക്കാനാണെങ്കിൽ അത് വീട്ടിൽ വെച്ചാകാമായിരുന്നല്ലോ. പോരാ, ഇത് വീട്ടിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? പറയാം. അച്ഛന് പെൻഷനായി, വരുമാനമൊക്കെ നിലച്ചു. ഒന്നുമില്ല. എന്താ അച്ഛനൊരു അസ്വസ്ഥത? അച്ഛൻ എന്തെങ്കിലും വയ്യായികയുണ്ടോ? അത് സാരമില്ല. ഇന്ന് ഞാൻ അച്ഛമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയിട്ട് വരുന്ന വഴിയിൽ ആ മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് പെട്ടെന്നൊരു വിയർപ്പും തളർച്ച അനുഭവപ്പെട്ടു. അധികം താമസിയാതെ ഒരു ബോധക്കേട് വന്നു. പെട്ടെന്ന് റോഡിൽ വീണു. അച്ഛാ, എന്നിട്ട്? അവിടെ കൂടിയവരെല്ലാം ചേർന്ന് എന്നെ എടുത്ത് ഹോസ്പിറ്റലാക്കി. എന്നിട്ടെന്താ അച്ഛൻ എന്നെ വിളിക്കായിരുന്നത്? വലിയ പ്രശ്നമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാലും തരക്കേടില്ലാത്ത 2-3 ബ്ലോക്കുകളുണ്ട്. കാറായാലും മനുഷ്യനായാലും ഒരുപാട് നാള് കഴിയുമ്പോൾ ചില്ലറ കേടുപാടുകളൊക്കെ ഉണ്ടാവും. ബ്ലോക്ക് തൽക്കാലം ബ്ലോക്കായിട്ട് തന്നെ നിൽക്കട്ടെ. അച്ഛന് ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു മോനെ. അത് എൻ്റെ മൂത്ത മോനോടൊന്ന് പറഞ്ഞാൽ കൊള്ളാൻ തോന്നി. അറിയാച്ചാ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഒരു 3 നില കെട്ടിടം, അതല്ല അച്ഛൻ്റെ ആഗ്രഹം. അതിന് അടിത്തറയിടാൻ വച്ചിരുന്ന പൈസ മുഴുവനും അച്ഛൻ മനോജിന് കൊടുത്തില്ലേ? അതൊന്നുമല്ല, 3 നില മാളിക ഒന്നുമല്ല അച്ഛൻ്റെ ആഗ്രഹം. എൻ്റെ വന്ദനമോളുടെ കല്യാണം, അതും കൂടി കാണണം എനിക്ക്. അതെങ്ങനെ നടക്കാനാ? ജാതകദോഷം മൂലം കല്യാണം മുടങ്ങിപ്പോകുന്നവള് ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയുടെ ബാധ്യത കൂടി തലയിലെടുത്തു വെച്ചാ എങ്ങനെ കല്യാണം നടക്കാനാ? അച്ഛാ, വന്ദന അവിടെ അച്ഛൻ്റെ നെഞ്ചില് ഒരു ഭാരമായിട്ട് എന്നും ഉണ്ടാവും മോനെ. അവസാനം അച്ഛനെ വിറവ് കൊണ്ട് കൊട്ടി ചിത ഒരുക്കുമ്പോഴും നെഞ്ചിൽ ഈ ഭാഗം മാത്രം കത്താതെ അങ്ങനെ കിടക്കും. അത്രയ്ക്ക് ആദ്യ ഈ നെഞ്ചില്. അച്ഛന് മരിക്കും മുമ്പ് അത് അച്ഛന് പകരുന്നതൊരു ധൈര്യമാണ്. തനിക്ക് ശേഷം കുടുംബത്തെ തന്റെ മോൻ സംരക്ഷിക്കുന്ന ധൈര്യം. പക്ഷെ മൂത്ത മോനായ നിന്നിൽ നിന്നും ഇളയ മോനായ മനോജിൽ നിന്നും അങ്ങനൊരു ധൈര്യം കിട്ടിയില്ല. അച്ഛന് സങ്കടമൊന്നുമില്ല മോനെ. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന വിധി പോലെ കാര്യങ്ങൾ നടക്കും. ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അച്ഛനെന്തോ നിന്നോടിതൊക്കെ പറയണമെന്ന് തോന്നി. ചിലപ്പോ മരണം അടക്കുന്നതിന്റെ ആവാം. എന്താ ശ്യാമയെ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? വർഷയെ കണ്ടില്ലേ നീ? കണ്ടു. ഒരക്ഷരവും മിണ്ടാതെ മുഖം തിരിച്ചു പൊക്കളഞ്ഞു. പുറകെ ചെന്ന് അവളെ പലതവണ വിളിച്ചിട്ടും എന്നെയൊന്നും മൈൻഡ് ചെയ്തില്ല അവള്. പിന്നെ വർഷയെ കാണാൻ ഞാൻ അവളുടെ ക്ലാസ് റൂമിലും പോയി. അപ്പോഴും അവളെ കണ്ട ഭാവം നടിച്ചില്ല. ഞങ്ങൾ തമ്മിലുള്ള ആ പിണക്കത്തിന്റെ കാരണം കൂട്ടുകാർ ചോദിച്ചപ്പോഴാ വർഷം നാക്കെടുത്തത്. പിന്നെ ആൺകുട്ടികളോട് അധികം സൗഹൃദം പാടില്ലെന്ന് അവൾ കൂട്ടുകാരിക്ക് ഉപദേശവും കൊടുത്തു. കല്യാണം കഴിഞ്ഞാലും വീട്ടിൽ കയറി വന്ന് കുടുംബം തകർക്കാൻ നോക്കൂന്നു എന്നെ ഉദ്ദേശിച്ച് അവള് പറഞ്ഞത്. ചേച്ചിക്കറിയാലോ,
കല്യാണത്തിന് വരന്റെ കയ്യിൽ താലിയെടുത്ത് കൊടുക്കുന്ന പ്രധാന ചടങ്ങ് പോലും എന്നെക്കൊണ്ട് ചെയ്യിച്ചോളാം വർഷ. ആ വർഷ തന്നെ ഞാൻ അവളുടെ കുടുംബം തകർക്കാൻ ചെന്ന് പറഞ്ഞു കേട്ടപ്പോ അവളെന്റെ ചെകിടത്തൊന്ന് പൊട്ടിച്ചിരുന്നെങ്കിലും എനിക്കത്ര ഫീൽ ആവില്ലായിരുന്നു. അവളുടെ കുത്തുവാക്ക് അതെന്നെ വല്ലാതെ തളർത്തുന്നു ചേച്ചി. വർഷയുടെ മനസ്സ് ഇത്രത്തോളം മാറ്റിമറിക്കാൻ ആ വിക്രം എന്ത് കൈവിഷാണ് കൊടുത്തതെന്നറിയില്ല. അന്ന് വർഷയുടെ പക്കൽ നിന്നും അവൾ അറിയാതെ ശ്യാമ എടുത്തു വെച്ച മരുന്ന് പാക്കറ്റും അത് മയക്കുമരുന്നാണെന്ന് തെളിയിക്കുന്ന ലാബ് റിപ്പോർട്ട് അതൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് പോലീസിന് കൈമാറിയ അവര് വിക്രമിനെതിരെ നടപടി എടുക്കില്ലേ ശ്യാമേ? അങ്ങനെയെങ്കിലും വർഷയെ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ലേ? ശ്രമിക്കാന്നേ ഉള്ളൂ. വിക്രം പോലീസിലൊക്കെ സ്വാധീന ശക്തിയുള്ളവനാ. പോലീസിനെ ഒതുക്കാനുള്ള ശ്രമം ഇതിനകം തന്നെ അയാൾ തുടങ്ങിയിട്ടുണ്ടാവും.